നമ്മൾ ഈ വീണ്ടെടുപ്പ് നടത്തുന്നത് ഇവിടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മനുഷ്യരോട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, അവർക്ക് കൊടുക്കുന്നൊരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. കാരണം പോത്തുകലിലെ ഈ ഹൃദയഭൂമിയിലാണ് ഈ ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞ മനുഷ്യർ അവരുടെ നിത്യവിശ്രമം, അന്ത്യവിശ്രമം ഇവിടെയാണ്. അവരെ കാണാനായി ഒരാണ്ട് തികയുന്ന ഈ സമയത്തേക്ക് ഇവിടെ ഈ ബന്ധുക്കളെല്ലാം, സുഹൃത്തുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ പല തോതിൽ വന്നു നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപോവുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ദുരന്തബാധിതരായ മനുഷ്യർക്ക് നമ്മുടെ നാട് എന്തൊക്കെ ചെയ്തു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് പറഞ്ഞു പോകേണ്ടതാണ്. കാരണം ഗൗരവമായൊരു വിഷയത്തെ പലപ്പോഴും മാധ്യമങ്ങളും രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങളും വെച്ച് വിവാദങ്ങളിൽ അടിപ്പെടുത്തുമ്പോൾ, ഇല്ലാതാക്കുമ്പോൾ വസ്തുതകൾ എന്ത് എന്ന് പോത്തുകലിലെ ഹൃദയഭൂമിയിൽ നിന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന വിചാരത്തോടെ തന്നെയാണ് കൈരളി ന്യൂസ് ഈ ലൈവത്തോണിലൂടെ നിൽക്കുന്നത്. കേവല വിവാദത്തിനപ്പുറം നമ്മുടെ നാട് എങ്ങനെയൊക്കെ ഇവരോട് നീതി പുലർത്തുന്നു എന്നതാണ്. നമുക്കാർക്കും തടയാനാകാത്തൊരു വലിയ പ്രകൃതി ദുരന്തമാണ് 2024 ജൂലൈ 29 രാത്രി ഉണ്ടായത്. അടുപ്പിച്ചുണ്ടായ ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഈ കുടുംബങ്ങൾ ഇല്ലാതായി പോയത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫലപ്രദമായി ചെയ്യേണ്ടി വരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, അടിയന്തര സഹായം നൽകുക എന്നുള്ളതാണ്. ആ അടിയന്തര സഹായം എന്ന് പറയുന്നത് 2024 ജൂലൈ 29 കടന്ന് ജൂലൈ 30 മുതൽ നമ്മൾ ചെയ്തതാണ്. അടിയന്തര സഹായം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമായിരുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, ആളുകളെ രക്ഷിച്ചെടുക്കണമായിരുന്നു. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമായിരുന്നു. അവർക്ക് താൽക്കാലികം താവളങ്ങൾ ഒരുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് താൽക്കാലിക പുനരധിവാസം നടപ്പാക്കണമായിരുന്നു. തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മൃതദേഹങ്ങളുമൊക്കെ മാന്യമായ രീതിയിൽ അവരെ ആ നിലയിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായിട്ടാണ്. അവരുടെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇവിടെ ഈ ഹൃദയഭൂമിയിൽ അവരെല്ലാവരും ജാതിയും മതവും ഒന്നുമില്ലാതെ, പക്ഷേ അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ വിശ്വാസപ്രകാരം തന്നെ ആചാരങ്ങളോടുകൂടി തന്നെ അവരെയൊക്കെ അടക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ആ വർഷം ആ കാലത്തുണ്ടായത്. അതെല്ലാം കഴിഞ്ഞ് ഒരാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ പെർമനൻ്റായ അല്ലെങ്കിൽ സ്ഥായിയായ പുനരധിവാസം, ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് കേരളം പോയത്. അപ്പോൾ അതോടൊപ്പം തന്നെ ആദ്യ ഭാഗത്ത് നിന്ന് അതുപോലെ മരിച്ചവരുടെ കുടുംബത്തിനുള്ള സഹായധനത്തിൻ്റെ വിതരണം, താൽക്കാലികമായി താമസിക്കുന്നവർക്കുള്ള വാടക, അതുപോലെ ഫുഡ് കൂപ്പൺ, ഇവയെല്ലാം വലിയ പരാതികളൊന്നുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ അങ്ങനെ ആ കാലത്ത് മുന്നോട്ട് പോയത് നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഈ പറഞ്ഞ ടൗൺഷിപ്പ്, മോഡൽ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചത് എന്നുകൂടി നോക്കണം. ഏതാണ്ട് അന്ന് 5ഓളം സ്ഥലങ്ങളാണ് ദുരന്തബാധിതരുടെ അഭിപ്രായ പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. കണക്ടിവിറ്റി വേണം, അതുപോലെ തന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയണം. ഇതെല്ലാം പരിഗണിച്ച് 5ഓളം സ്ഥലങ്ങൾ പൊതുവായി കണ്ടെത്തി. അതിൽ 2 സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി നൽകി 10 ദിവസം കഴിഞ്ഞ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ അന്ന് ഈ പറഞ്ഞ എൽസ്റ്റൺ എസ്റ്റേറ്റ്, നെടുമ്പാല എസ്റ്റേറ്റ് ഉടമകളും ഹൈക്കോടതിയിൽ പോവുകയായിരുന്നു. അവർ ഹൈക്കോടതിയിൽ പോയതോടുകൂടി അതിന് നിയമപരമായി സമാധാനം പറയേണ്ട ഉത്തരവാദിത്തം കോടതിക്ക് മുമ്പാകെ സർക്കാരിന് വന്നു. അങ്ങനെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് 2 മാസവും 15 ദിവസവും, അതായത് കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലാണ് അവർ കോടതിയിൽ പോയത്. ഒക്ടോബറിൽ പോയി കഴിഞ്ഞ ഉടൻ തന്നെ കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഡിസംബർ മാസം 27-ാം തീയതി നിയമപ്രകാരം ഈ ഭൂമി ഏറ്റെടുത്തുകൊള്ളാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവ് 10 ദിവസം കൊണ്ട് തന്നെ പ്രാരംഭ സർവേ നടപടികൾ അതേ തുടർന്ന് അന്ന് ആരംഭിച്ചു. സെക്ഷൻ 6(1) പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അത് ജനുവരി മാസം 7-ാം തീയതിയാണ് ആ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് ഫെബ്രുവരിയിലാണ് സംഭവിച്ചത്. ഇതിനിടയിൽ സർവേ നടന്നു, ഭൂമിയുടെ മൂല്യനിർണ്ണയം നടന്നു, ഇവയെല്ലാം നടപ്പാക്കി. അങ്ങനെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി സർവേ ചെയ്യുകയും ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാരമായി LAR ആക്ട് പ്രകാരം ഫെബ്രുവരി മാസം തന്നെ ഏതാണ്ട് 26 കോടി രൂപ, 26,56 ലക്ഷം രൂപ കെട്ടിവെക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ നഷ്ടപരിഹാരമായി കണ്ടെത്തിയ തുക അപര്യാപ്തമാണ്. അപ്പോൾ ഈ തോട്ടമുടമകൾ ഈ തുക അപര്യാപ്തമാണെന്ന് കാണിച്ച് വീണ്ടും റിട്ട് അപ്പീൽ കൊടുത്തു. അപ്പോൾ വീണ്ടും ഫെബ്രുവരി മാസം കഴിയുന്നതോട് തടസ്സം വരിക, മാർച്ച് മാസത്തിൽ പുതിയ തടസ്സം രൂപപ്പെടുകയാണ്. അങ്ങനെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എടുക്കുന്നതിനുള്ള നഷ്ടപരിഹാരമായി കണ്ടെത്തിയ തുകയിൽ 26 കോടി രൂപ കേരള ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിന് കോടതി ഉത്തരവായി. അങ്ങനെ സർക്കാർ അന്ന് തന്നെ, അതായത് അന്ന് രാത്രിയിലാണ്, രാവിലെ റവന്യൂ മന്ത്രി പറഞ്ഞു സർക്കാർ സമയം കഴിഞ്ഞ് അർദ്ധരാത്രിയോടുകൂടിയാണ് കേരള ട്രഷറിയിൽ നിന്ന് 26 കോടി രൂപ മാർച്ച് മാസം, അതായത് ഈ വർഷം 2025 മാർച്ച് മാസം 24-ാം തീയതി കോടതി നിർദ്ദേശപ്രകാരം 26 കോടി രൂപ കെട്ടിവെച്ചത്. അങ്ങനെ ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരുള്ള അക്കൗണ്ടിൽ നിക്ഷേപിച്ച 26 കോടി രൂപ കൂടാതെ 17,77,54,874
24 രൂപ കൂടി ഓർക്കണം. ആദ്യം 26 കോടി അടച്ചു, അതിനുശേഷം 17 കോടി രൂപ കൂടി ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനും പ്രസ്തുത സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി നൽകിയും ഇങ്ങനെ ഈ പണം ഏതാണ്ട് 45 കോടി രൂപ സർക്കാർ ഹൈക്കോടതി രജിസ്ട്രാറിൽ കെട്ടിവെച്ചതോടുകൂടി ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ അന്ന് തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരിൽ ഈ പറഞ്ഞ 17 കോടി കൂടി അടച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി ദുരന്ത നിവാരണ പ്രകാരം സർക്കാർ ഭൂമിയാണെന്ന ബോർഡുകൾ അന്ന് തന്നെ സ്ഥാപിച്ചു. അങ്ങനെ സർക്കാരിൻ്റേതാക്കി മാറ്റി. അങ്ങനെ ഏറ്റെടുത്ത ഭൂമി ടൗൺഷിപ്പിൻ്റെ നിർമ്മാണങ്ങൾക്കായി വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് കൈമാറുകയും ചെയ്തു. ഇത് നടന്നത് ഈ വർഷം 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ ഈ കോടതിയിൽ ഈ തോട്ടം ഉടമകൾ ഉണ്ടാക്കിയ നൂലാമാലകളെല്ലാം ക്ലിയർ ചെയ്ത് കോടിക്കണക്കിന് രൂപ 45 കോടിക്കടുത്ത് കെട്ടിവെച്ച് ഏറ്റെടുത്ത് ഏപ്രിൽ മാസത്തിൽ അങ്ങനെ അവിടെ ബോർഡ് വെച്ച് വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്കായിട്ട് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ പറഞ്ഞ ഇത്രയേറെ ഭൂമി 64 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു. ഇതാണ് സംഭവിച്ചത്. തൊട്ടടുത്ത ദിവസം, അതായത് ഏപ്രിൽ മാസം 12-ാം തീയതി ഭൂമിയുടെ അതിർത്തികൾ മാർക്ക് ചെയ്തു. അത് വളരെ പ്രധാനമാണ്. സ്വന്തമാക്കിയ ശേഷം ഭൂമിയുടെ പൊസഷൻ സ്വന്തമാക്കിയ ശേഷം ഓണർഷിപ്പ് സ്വായത്തമാക്കിയ ശേഷം മാർക്ക് ചെയ്തു. അതിർത്തികൾ പൂർണ്ണമായി മാർക്ക് ചെയ്ത് മാറ്റി. അത് 12-ാം തീയതി ഏപ്രിൽ 12-ന് 13-ാം തീയതി അതായത് വിഷുവിൻ്റെ തലേന്ന് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത്രയേറെ നടപടികൾ ഈ കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച് 2025 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ഈ പറഞ്ഞ മോഡൽ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേ കാലയളവിൽ സർക്കാർ ഗുണഭോക്താക്കളുടെ 3 ലിസ്റ്റുകൾ പുറത്തിറക്കുകയുണ്ടായി. ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രകാരം നോക്കിയാൽ 402 ഗുണഭോക്താക്കളാണ് ഈ മോഡൽ ടൗൺഷിപ്പിൽ വീട് വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇതിൽ 107 പേർ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. പിന്നീട് പക്ഷേ 3 പേർ അതിൽ ഓപ്ഷൻ മാറ്റാൻ അപേക്ഷ കൊടുത്തു. അങ്ങനെ 104 പേർക്ക് മുമ്പ് പറഞ്ഞതുപോലെ വേണ്ട, ഈ ടൗൺഷിപ്പിൽ ഭൂമി വേണ്ട, വീട് വേണ്ട എന്ന് പറഞ്ഞവർക്ക് 15 ലക്ഷം രൂപ സർക്കാർ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഈ ചെലവെല്ലാം നമ്മൾ ചെലവാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിലുള്ള നാമധേയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്, CMDRF നിന്നാണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത് എന്നതുകൂടി ഓർക്കണം. അതായത് കോടതിയിൽ 45 കോടി കെട്ടിവെച്ചത്, 15 ലക്ഷം വെച്ച് 104 പേർക്ക് കൊടുത്തത്, അതുപോലെ തന്നെ വാടക ഈ പറഞ്ഞ ഒരു വർഷമായി ഈ ദുരന്തബാധിതരുടെ വീടുകളുടെ വാടക കൊടുക്കുന്നത് പ്രതിദിനം 300 രൂപ വെച്ച് ഒരു കുടുംബത്തിന് 2 പേർക്കോ 3 പേർക്കോ ഒക്കെ ആയിട്ട് 2 അതിലധികമോ ആളുകൾക്ക് ഈ പ്രതിദിന ദിനബത്ത കൊടുത്തു വരുന്നതിൻ്റെ പണം, അതുപോലെ ഫുഡ് കൂപ്പൺ കൊടുത്തു വരുന്ന ഇതെല്ലാം, അതുപോലെ നിർമ്മാണ പ്രവർത്തനം, അങ്ങനെ ഇതെല്ലാം ഈ നടപടികൾക്കൊക്കെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ വിഷുവിൻ്റെ തലേന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തിറക്കി. അങ്ങനെ ആ ലിസ്റ്റ്, ഇനി ഒരു ലിസ്റ്റ് കൂടി വരാനുണ്ട്. അത് ഇതിനു ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അപേക്ഷകളും ജില്ലാ കളക്ടറുടെ പരിശോധനയിലൂടെയും ഒക്കെ വന്നിട്ടുള്ള പുതിയ ലിസ്റ്റാണ്. അത് വരാനിരിക്കുന്നു. അതുകൂടി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പൂർണ്ണമാവുകയും ചെയ്യും. അത് അധികം വൈകാതെ വരാനും പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ പദ്ധതിയുടെ രൂപരേഖ എങ്ങനെയാകണം ഈ ടൗൺഷിപ്പ് എന്ന രൂപരേഖ കിഫ്ബിയുടെ ഉപസ്ഥാപനമായ കിഫ്കോൺ വഴി പൂർത്തിയാക്കി. അങ്ങനെയാണ് ഇതിൻ്റെ രൂപരേഖ പ്ലാൻ ഉണ്ടാകുന്നത്. അങ്ങനെ പദ്ധതിയുടെ കരാർ ELCCക്ക് നൽകിക്കൊണ്ട് മന്ത്രിസഭ തീരുമാനം